അതെ, നമ്മൾ ട്യൂലിക് ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് ഈ ഫ്ലവർ, ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും കേട്ടോ. ഇതിന് വേണ്ടത് മെയിനായിട്ട് ക്രേപ്പ് പേപ്പറാണ് കേട്ടോ. നമ്മുടെ ഈ ബിഗ് ബുക്സൊക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. ഫ്ലവർ മേക്കിംഗ് ചെയ്യാനായിട്ടുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ അവരിതെടുത്ത് തരും. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ മഞ്ഞളുടെയൊക്കെ ഒരു യെല്ലോ കളറില്ലേ, ആ ഒരു യെല്ലോ കളറിലെ ഷെയ്ഡിലെ പേപ്പറാണേ. പിന്നെ ഒരു ഗ്രീൻ കളറും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, അത് ലീഫ് ചെയ്യാനാണ്. പിന്നെ ഈ കാണുന്നത് പോലെ നമുക്ക് ഇത് മടക്കി എടുത്തിട്ട് പെറ്റൽസ് വെട്ടിയെടുക്കുക കേട്ടോ. സിസർ ഉപയോഗിച്ച് നമുക്ക് പെറ്റൽ വെട്ടിയെടുക്കാം. ഒരു സൈഡിൽ റൗണ്ട് ഷേപ്പ്, ഒരു സൈഡിൽ സ്ക്വയറും ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇത് വെട്ടിയെടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചധികം വെട്ടിയെടുക്കുന്നുണ്ട് പേപ്പേഴ്സ്, കാരണം എനിക്ക് കുറച്ച് അധികം ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു ഷേപ്പിൽ. പിന്നെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സൈസ് അനുസരിച്ചാണ് കേട്ടോ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടെ വലുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലുപ്പത്തിന് കട്ട് ചെയ്യാം. ഇതിലും ചെറുത് മതിയെങ്കിൽ ഇതിലും ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ക്രയോൺസ് എടുത്തിട്ട് ഒരു ഷെയ്ഡായിട്ട് ഇങ്ങനെ യെല്ലോ കളർ കൊടുക്കുക കേട്ടോ. അതായത് മുകളിൽ ഒരു ലൈറ്റ് കളറിൽ നിന്ന് താഴോട്ടൊരു ഡാർക്ക് കളറോട്ട് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണേ. ഞാൻ ഓറഞ്ച് കളറിലും ഗ്രീൻ കളറിലും ഒക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ കുറച്ച് ഫോയിൽ പേപ്പർ എടുത്ത് ബോൾ ഉരുട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ഈർക്കലോ കമ്പിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുത്തി കയറ്റി വെച്ചാൽ മതി. ഫോയിൽ പേപ്പർ തന്നെ വേണമെന്നില്ല, നമുക്കൊരു എന്താ പറയുക ടെർമോക്കോളോ അങ്ങനെ ഒരു ബേസ്, ഒരു റൗണ്ടായിട്ടുള്ളൊരു ബേസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ പേപ്പർ എടുത്തിട്ട് ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോയിൽ പേപ്പർ നമുക്കിങ്ങനെ കാണും, അത് കാണാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫുൾ നല്ല ക്ലീനായിട്ട് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കണം കേട്ടോ. ഗമ്മ് തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റൽസൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗമ്മൊക്കെ നമ്മൾ തേക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റിക്കായിട്ടിരിക്കും. എന്നിട്ട് നമുക്കിനി പെറ്റൽസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ഇതളെടുക്കാവേ. ഇതെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യണേ. മുകൾ ഭാഗം, അതായത് നീളത്തിലിരിക്കുന്ന കേർവ് ഇല്ലാത്ത ഭാഗം ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഒരൊറ്റ തവണ ട്വിസ്റ്റ് ചെയ്യുക. ആ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ഭാഗം ബാക്കിലോട്ട് വരും. അപ്പം അവിടെ നമ്മൾ കുറച്ച് ഗമ്മ് തേച്ചിട്ട് അകത്തോട്ട് ഒട്ടിച്ച് വയ്ക്കുക. കുറച്ച് വലിച്ചു കൊടുക്കുക. ഭയങ്കര സിമ്പിളാണേ. നിങ്ങൾക്ക് ഒട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ 1-2 തവണ കൂടെ ഞാനിത് കാണിക്കാം. ഒന്നുമില്ല, ഒരു പെറ്റലെടുക്കുക, അതായത് ഒരു ഇതളെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടുക, അല്ലെങ്കിൽ വീശറിക്കൊക്കെ ഇങ്ങനെ മടക്കുന്ന പോലെ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മിഠായിക്കൊക്കെ ചുരുട്ടൂല, അതുപോലെ ഒരൊറ്റ ചുരുട്ട്, അതായത് അപ്പുറത്തെ ഭാഗം ഇപ്പുറത്തോട്ട് വരുന്ന രീതിയിലൊന്ന് ചുരുട്ടുക. എന്നിട്ട് ആ ഭാഗത്തേക്ക് നമ്മുടെ ഫേസിനോട് കാണുന്ന ഭാഗത്തേക്ക് ഇതാക്കുക. ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളർ ഷെയ്ഡ് ചെയ്തത് എപ്പോഴും പുറത്ത് വരണം കേട്ടോ. അത് വെച്ചിട്ട് വേണം നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഡബിളായിട്ട് കളറ് കാണാൻ പറ്റത്തുള്ളൂ. മുകളിൽ നിന്ന് ഷെയ്ഡ് താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണണമെങ്കിൽ അങ്ങനെ പറ്റും. ബട്ട് ട്വിസ്റ്റ് ചെയ്ത് അകത്തൊട്ടിക്കുന്ന ഭാഗത്ത് കളർ വേണ്ട കാര്യമില്ല. കളർ വേണ്ടത് നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്യുമ്പം അപ്പുറത്തെ സൈഡായിരിക്കണം കളർ വേണ്ടത്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ പെറ്റൽസും ഇനി നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പം നമ്മൾ എല്ലാ പെറ്റൽസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇങ്ങനെ ബോളിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് കുറച്ച് ഗമ്മൊക്കെ തേച്ചിട്ട് ഈ പെറ്റൽസ് ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. 5 ഇതളാണ് കേട്ടോ ഒരു ഫ്ലവറിൽ വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരെണ്ണം എടുത്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അങ്ങനെ 3 ഒട്ടിച്ചിട്ട് പിന്നെ നമുക്ക് 2 കൂടെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഏകദേശം നമുക്ക് ഫ്ലവർ സെറ്റാവും കേട്ടോ. എൻ്റെ സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കിരികിരാന്ന് കേൾക്കുന്നത്. ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇതളും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ പെറ്റൽസ് വെക്കുന്നതനുസരിച്ച് നമ്മൾ ഓരോ ഗ്യാപ്പിലും കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് പെറ്റൽസ് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നമ്മൾ കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പ്രഷറിൽ അതവിടെ ഒട്ടിയിരിക്കും. പിന്നെ അതിൻ്റെ മുകൾ ഭാഗവും നമ്മൾ കുറച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഫ്ലവർ എപ്പോഴും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഫ്ലവർ ആണല്ലോ, അതിന് വേണ്ടിയാട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ എല്ലാം ഏകദേശം സെറ്റായി. നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ടച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇനി ഒരു ഇതളും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ട്.
എന്നിട്ട് നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു മൊന പോലെ ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ വേണം നമ്മളിനി നമ്മുടെ ടേപ്പ്, അതായത് ഗ്രീൻ ടേപ്പ്, സ്റ്റമ്പിനൊക്കെ ഗ്രീൻ കളറാണല്ലോ, അപ്പോൾ ഗ്രീൻ ടേപ്പ് നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ പോയാൽ വാങ്ങിക്കാൻ കിട്ടും. ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഈ ഒരു സാധനത്തിന്. അത് മേടിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. ആ കമ്പിൻ്റെ മുകൾ മുതൽ താഴെ എൻഡ് വരെ നമ്മളിത് സ്റ്റിക്ക് ചെയ്യേണ്ട, അതിനകത്ത് ചെറിയൊരു രീതിയിൽ പശ കാണും, അത് വെച്ചിട്ട് വലിച്ച് പിടിച്ചിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി താഴെ വരെ. അപ്പോൾ നമ്മൾ ഏകദേശം ഫുൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് കാണാവേ. ഇനി ഈ നമുക്ക് ഫ്ലവേഴ്സ് മാത്രം പോരല്ലോ, ഈ ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇലയും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു ഭംഗി വരുത്തോളൂ അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു ഗ്രീൻ കളറിലെ ക്രേപ്പ് പേപ്പറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന്. നമുക്കപ്പോൾ അതുകൊണ്ട് ഇല എങ്ങനെയാണ് ഞാൻ മേക്ക് ചെയ്തെടുക്കുന്നതെന്നൊന്ന് കാണാം കേട്ടോ. പ്രൊസീജിയറൊക്കെ സെയിം തന്നെ, ഇല മാത്രം നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് ഗ്രീൻ കളറിലെ ക്രേപ്പ് പേപ്പർ എടുത്ത് ഞാൻ കുറച്ച് നീളമുള്ള ഇലയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നീളമുള്ള ഇലയ്ക്ക് വേണ്ടി നമ്മുടെ ഇലയ്ക്ക് എത്രമാത്രം ലെങ്ത്ത് വേണോ അതനുസരിച്ച് പേപ്പർ മടക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇലയുടെ ഷേപ്പിൽ ആ പേപ്പർ അങ്ങ് കട്ട് ചെയ്തെടുക്കണേ. ഈ കാണുന്ന പോലെ ഇലയുടെ ഷേപ്പിൽ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 ഇല മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരു ഇല ചെയ്യാനായിട്ട് 2 ഇതളായിട്ടാണ് കേട്ടോ വേണ്ടത്. അതായത് ഇതുപോലെ ഒരു ഇല കട്ട് ചെയ്ത പേപ്പർ എടുത്തിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈർക്കിലിയോ അല്ലെങ്കിൽ കമ്പിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോഴേക്കും ഇല സെറ്റായിട്ടുണ്ടേ. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. എല്ലാം ചെയ്യാൻ വലിയ ടാസ്ക്കൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഭയങ്കര സിമ്പിളായി. ഫ്ലവറിനെക്കാട്ടി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഇലയാണെന്ന് തോന്നല്ലേ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് പറയണേ. നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടല്ലോ, അപ്പോൾ വീണ്ടും വീണ്ടും വേറെ വീഡിയോസൊക്കെ ഇടാനായിട്ടും ക്രാഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഉന്മേഷം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ചാനൽ, അതായത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഗീവ് അവേയുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിനകത്ത് തന്നെ നമ്മൾ ബയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് പോകാം. ഈ ഇലയിലോട്ടും നമ്മൾ നേരത്തെ ഫ്ലവർ സ്റ്റമ്പിൽ ചുറ്റിയെടുത്ത പോലെ ഇലയിലും നമുക്ക് ചുറ്റിയെടുക്കാം. അങ്ങനെ അതെ നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ടേബിളിൽ നമുക്ക് ഒരു സൈഡിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഫ്ലവർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടി കാണിക്കേണ്ട. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.